ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വൈസല്യ സഹോദരങ്ങളെ, സങ്കീർത്തന പഠന പരമ്പരയാകുന്ന സങ്കീർത്തന മാതിരിയുടെ 82-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ദൈവവചനം സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന അവസരത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 23-ാം സങ്കീർത്തനം കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കും. ഇന്നത്തെ എപ്പിസോഡിലെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ അതിൻ്റെ അവസാനത്തെ വാക്യം, 6-ാമത്തെ വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കും. നന്മയും കരുണയും എന്നായുസ്സിൽ നിശ്ചയമായി എന്നെ പിന്തുടരും. സ്വർഗീയ ആലയം തന്നിലെ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായി. നന്മയും കരുണയും എന്നായുസ്സിൽ നിശ്ചയമായി എന്നെ പിന്തുടരും. സ്വർഗീയ ആലയം തന്നിലെ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായി. യാഹെന്ന ദൈവമെന്നിടയനാഹോ, യാതൊരു കുറവുമില്ലെനിക്കിനിയും. നമ്മുടെയൊക്കെ പൂർവികര് തലമുറകളായി പറഞ്ഞു തന്ന, പഠിപ്പിച്ച, സ്നേഹത്തോടെ ഉപദേശിച്ച ഈ വചനങ്ങളൊക്കെ ആവർത്തിച്ചു പറയുമ്പോഴും പഠിപ്പിക്കുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ നമ്മളുടെ മനസ്സിനൊരു വലിയ കുത്തലുണ്ടാകണം. നമ്മളൊക്കെ ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും കേൾക്കാനുള്ളത് പലതുമുണ്ടെന്ന് ഓർക്കണം. ഈ വാക്യങ്ങൾ ഓരോന്നും ജീവിത പ്രമാണമായി തീരണം. 23-ാം സങ്കീർത്തനം പഠിക്കുന്ന ഓരോ വ്യക്തിയും ആ സങ്കീർത്തനത്തിലെ ഓരോ അനുഭവങ്ങളും ശരീരത്തിനുള്ള പോഷകമായി സ്വീകരിക്കണം. അത് രക്തത്തിൽ ലയിച്ചു ചേരണം. അതിലെ ഓരോ സാക്ഷ്യങ്ങളും അത് വെറും വാചകങ്ങളായിട്ടല്ല, ഒരു വലിയ ജീവിത സത്യമായി പ്രമാണമായി ഏറ്റെടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. പഴയകാലത്ത് പറയാറുണ്ട്, ഒരു കൊച്ചു കുഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ വളർന്നു വരുമ്പോൾ 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് കേൾക്കുന്ന അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദർശനമായിട്ട് മാറാൻ തക്കവണ്ണം സാധിക്കണം. 23-ാം സങ്കീർത്തനത്തേക്കാൾ ചെറിയ സങ്കീർത്തനങ്ങളുണ്ട്. 23-ാം സങ്കീർത്തനത്തേക്കാൾ ലളിതമായ വാക്യങ്ങളോടുകൂടിയ സങ്കീർത്തനങ്ങളുമുണ്ട്. എന്നിട്ടും 23-ാം സങ്കീർത്തനം കാണാതെ പഠിക്കണം എന്നൊക്കെ നമ്മുടെ പിതാക്കന്മാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അത്രമാത്രം ശ്രേഷ്ഠമായ അനുഭവമുണ്ട്. 23-ാം സങ്കീർത്തനം നമ്മൾ 6 എപ്പിസോഡുകളിലായിട്ടാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 6-ാമത്തെ എപ്പിസോഡിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കും എന്ന് ദാവീദ് സാക്ഷിക്കുമ്പോൾ, ദാവീദിനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള അധികാരിയായ ദാവീദിനെയും ആട്ടിടയനായ ദാവീദിനെയും ഒക്കെ നമ്മൾ മറന്നിട്ട് ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സാക്ഷ്യം, ഒരു സമർപ്പണം, അതായത് ഒരു വലിയ പ്രാർത്ഥനയുടെ
ഒരു സമാപ്തഭാവം, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് തുടങ്ങി വിവിധങ്ങളായ കാര്യങ്ങൾ പറഞ്ഞ് ആ സങ്കീർത്തനത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശാസ്ത്രമുണ്ട്, ധാർമ്മികതയുണ്ട്, മതമുണ്ട്, തത്വചിന്തയുണ്ട്, വൈകാരിക ഭാവങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയ്ക്ക് അവിടെ ഒരു സമാപ്തം ഇടുകയാണ്. ആ സമാപ്തം എന്ന് പറയുന്ന ഓർത്തോണം, ഇതെല്ലാം പാലിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന, ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന് വെച്ചാൽ സമ്പത്ത് പിന്തുടരുമെന്നല്ല, ഭൗതിക സമാധാനം പിന്തുടരുമെന്നല്ല. നന്മ, കരുണ ഇവ എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കല്ല. നമ്മളൊക്കെ ഇന്നൊരു ടൈം ബൗണ്ടഡ് ലൈഫ് നയിക്കുന്നവരാണ്. ജോലി ചെയ്യാനൊരു നിശ്ചിത സമയം, പ്രവർത്തിക്കാനൊരു സമയം, എല്ലാത്തിനും ഒരു ഡെയിലി റൊട്ടീൻ നമുക്കുണ്ട്. സ്കൂളിൽ വിദ്യാർത്ഥികൾ പോയാൽ അവർക്ക് യൂണിഫോം ഉണ്ട്, അവർക്കൊരു സിലബസ് ഉണ്ട്, പരീക്ഷയ്ക്ക് സിലബസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരാൾ കൂടെ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര നേരം നിങ്ങളുടെ കൂടെ ഉണ്ടാകും, പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇത്ര സമയം പഠിപ്പിക്കും, ഒരു ഓഫീസിലെ ഒരു സ്റ്റാഫ് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഒരു നിശ്ചിതമായൊരു സമയം പറയും, ഒരു ടൈം ലിമിറ്റുണ്ട്. എല്ലാത്തിനും ഒരു ടൈം ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാരുമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ പറയാറുള്ളത്, ഇനി ആരൊക്കെ എവിടം വരെയൊക്കെ ഉണ്ടെങ്കിലും കല്ലറ വരെ മാത്രമേ ഉള്ളൂ. അത് ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും ഒക്കെ. നമ്മൾക്കൊക്കെ ഈ ലോകത്തിൽ നിന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്, അധികാരത്തിലിരിക്കുന്നവർ പറയാറുണ്ട്, ചുമതലയിലിരിക്കുന്നവർ പറയാറുണ്ട്, ഈ ചുമതല വിട്ടൊഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, കടമെടുത്തുണ്ടാക്കിയതാണ്. ഈ വീട്ടിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റൊരുവനെയും കൂടെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എൻ്റെ ചോരയും നീരുമാണ്. എന്നാൽ ദൈവം വിളിച്ചാൽ ഈ ലോകത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോയല്ലേ പറ്റത്തുള്ളൂ. വീടിട്ട് പോയേ പറ്റത്തുള്ളൂ, അധികാരം ഇട്ടിട്ട് പോയേ പറ്റത്തുള്ളൂ, ചുമതലകൾ ഇട്ടിട്ട് പോയേ പറ്റത്തുള്ളൂ. ഇവിടെ പറയുന്നത് നമ്മൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. അതായത് ഒരു സമയത്തേക്കല്ല, ആയുഷ്കാലമെന്ന് പറയുമ്പോൾ ഭൗതിക ആയുഷ്കാലം എന്നല്ല. അതുകൊണ്ട് തന്നെ ആയുഷ്കാലമെന്ന് പറയുന്നത് കാലത്തിനപ്പുറം ഒരു കാലമുണ്ട്, ഈ ഭൗതികതയ്ക്ക് അപ്പുറം ഒരു കാലമുണ്ട്. നമ്മൾ ഈ മെറ്റാഫിസിക്സ് എന്നൊക്കെ പറയത്തില്ലേ, അതായത് ഫിസിക്കൽ വേൾഡിന് അപ്പുറമായൊരു തലമുണ്ട്. ഈ ലോക ജീവിതത്തിലെ 50, 60, 80 വർഷത്തിനപ്പുറമായൊരു കാലവും സാഹചര്യവുമുണ്ട്. ഇതൊക്കെയും എന്നെ പിന്തുടരും എന്ന് വെച്ചാൽ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ കൃപകൾ അത് വീണ്ടും പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിലരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. നന്മ ചെയ്യുന്നവരുടെ സുഗന്ധം ഇപ്പോഴുമുണ്ട്. അവരെ ഓർത്ത് മറ്റുള്ളവർ കരയുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ നന്മകൾ വാഴ്ത്തുപാട്ടുകളായി പാടുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ കൃപ കാലങ്ങൾക്കപ്പുറമായി അവരെ പിന്തുടരുന്നത് കൊണ്ടാണ് ചിലരെ നമ്മൾ നീതിമാന്മാരും ശുദ്ധിമാന്മാരും എന്ന് വിലയിരുത്തുന്നത്, നല്ലവരെന്ന് വിലയിരുത്തുന്നത്. അതേസമയം താൽക്കാലികമായി മാത്രം മറ്റുള്ളവരുടെ മുൻപിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആയുഷ്കാലം ഒക്കെയും പിന്തുടരുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പിന്തുടരുന്ന ഒരു അനുഭവമില്ല. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം എന്നല്ലേ എഴുത്തച്ഛൻ പാടിയിട്ടുള്ളത്. അതെ, ഐശ്വര്യം പോലും എന്നും നിൽക്കത്തില്ല, ലക്ഷ്മി പോലും എന്നും നിൽക്കത്തില്ല എന്ന് വെച്ചാൽ ഇതൊന്നും സ്ഥിരമുള്ളതല്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അതെന്തൊക്കെ പിന്തുടരും? ഒന്ന് നന്മ. നന്മയെന്ന് പറയുന്നത് ഇതിലെപ്പോഴും ഓർത്തോണം, നമ്മളെല്ലാ കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ, ഒരു കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ നന്മ എന്നെ പിന്തുടരുമെന്നാണോ? എൻ്റെ കരുണ എന്നെ പിന്തുടരുമെന്നാണോ? അല്ല, ദൈവത്തിൻ്റെ നന്മ എന്നിൽ വസിച്ചുകൊണ്ട് പിന്തുടരും. ഈ ദൈവത്തിൻ്റെ കരുണയെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ കരുണയിൽ സങ്കേതപ്പെടുക. നമ്മളൊക്കെ എത്ര മിടുക്കന്മാരും സമർത്ഥന്മാരുമാണെങ്കിലും ഒരു കാര്യം ചിന്തിച്ചോണം, നമ്മളിൽ എത്ര നന്മയുണ്ടെങ്കിലും ഒരു കാര്യം ആലോചിച്ചോണം, ദൈവത്തിൻ്റെ നന്മയുടെ മുൻപിൽ എൻ്റെ നന്മയൊന്നുമില്ല. ഈ പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കുമൊക്കെ ചെണ്ട കൊട്ടുന്ന പാരമ്പര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ചെണ്ട കൊട്ടും. അപ്പോൾ ഈ ചെണ്ട കൊട്ടുമ്പോഴേ ഇത് താളമേളങ്ങളോ പതക്കങ്ങളോടുകൂടി അങ്ങ് കയറിപ്പോകുക, താളപ്പെരുക്കങ്ങളങ്ങ് കൂടും. അപ്പോൾ അതങ്ങ് പെരുക്കി 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 അതിശക്തമായൊരു ഉന്മാദാവസ്ഥയിലെത്തും.
ഏറ്റവും അവസാനം ഈ കൊട്ടുന്നവൻ അത് നല്ല ഭക്തിയോടെ കൊട്ടുന്ന ആ പ്രമാണം പിന്തുടരുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വ്രതത്തോടുകൂടിയായി ചെണ്ടയൊക്കെ കൊട്ടുന്ന ചില മനുഷ്യർ. അപ്പോൾ എന്നിട്ട് കൊട്ടി അവസാനം തലയങ്ങ് കുനിക്കുകയാണ്, ഒരു പ്രത്യേക രീതിയിൽ അടിച്ചടിച്ചടിച്ചടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അവർ പോലും അതിന് സംഗീതശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യം, അതായത് ഈ താളവും രാഗവും സ്വരവും ഒക്കെ ദൈവത്തിൻ്റേതാണ്, സർവേശ്വരന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത് എത്രമാത്രം നമ്മൾ കൊട്ടിയാലും എത്ര ഉയർത്തിപ്പോയാലും, അപ്പോൾ ദൈവത്തിൻ്റെ സ്വരങ്ങൾക്ക് മുൻപിൽ, ദൈവത്തിൻ്റെ ശബ്ദങ്ങൾക്ക് മുൻപിൽ, സ്വരരാഗങ്ങൾക്ക് മുൻപിൽ, മേളപതകങ്ങൾക്ക് മുൻപിൽ ഇതൊന്നുമില്ല. സർവേശ്വരാ, നിൻ്റെ മുൻപാകെ ഞാൻ കീഴടങ്ങുന്നേ, ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല, ഇത്രയുള്ളേ, ഞാൻ എന്നെ തന്നെ ഈശ്വര സമർപ്പിക്കുന്നതെന്നും പറഞ്ഞാണ് അവർ അത് കൊട്ടി നിർത്തുന്നത്. അതാണ് നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഈ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ഒക്കെ ചെണ്ട കൊട്ടുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതുപോലെ ദൈവത്തിൻ്റെ നന്മ പിന്തുടരുമെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സാക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്. ഈ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും നന്മയുണ്ട്, വെർച്യൂസ് ഓഫ് ഗോഡ് ആൻഡ് വെർച്യൂസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ നന്മയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാം കറപുരണ്ട തുണി പോലെയാണ്. അത് നന്മയെന്ന് പറയാനില്ല. നമ്മളൊരു നന്മ ചെയ്താൽ ഒരുപക്ഷെ ഓർത്തോണം, ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാം മറന്ന് നന്മ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അതൊക്കെ ദൈവീകമായ അനുഭവത്തിൽ ഔന്നത്യത്തിലെത്തുമ്പോഴേ പറ്റത്തുള്ളൂ. നിൻ്റെ വലങ്കൈ ചെയ്യുന്ന ഇടങ്കൈ അറിയരുത്, നിൻ്റെ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുതെന്ന് പറയുമ്പോൾ അത്രമാത്രം ഒരു രഹസ്യാത്മകത നന്മയിൽ വേണം. ആരെയും കാണാൻ വേണ്ടി നീ ധർമ്മം കൊടുക്കരുത്, ആരെയും കാണിക്കാൻ വേണ്ടി നീ നീതിമാനാണെന്ന് നടിക്കരുത്. കാരണം ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ നന്മയൊന്നുമില്ല. അപ്പോൾ ഈ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്ന് പറയുമ്പോൾ ഓർത്തോണം, അതൊരു മനുഷ്യൻ്റെ നന്മ എന്നുള്ള കൺസെപ്റ്റ് അല്ല. ആ നന്മയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയിലേക്ക് നയിക്കുന്ന നന്മകൾ. കാരണം മനുഷ്യരിലൊക്കെ എപ്പോഴും ഒരു കാര്യം ആലോചിച്ചോണം, മനുഷ്യനെ ദൈവം പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ജന്മപാപം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തന്നെയുണ്ട്. ആദാം പാപം ചെയ്തതുകൊണ്ട് മനുഷ്യൻ, ആ തലമുറകളൊക്കെ, ആദാമിൻ്റെ തലമുറയിലൊക്കെ ജനിച്ചവരിൽ ആ പാപമുണ്ട്. കർത്താവിൻ്റെ ക്രൂശിലെ മരണം അതിനെ മോചിപ്പിക്കുന്നതാണ്. മനുഷ്യൻ, സങ്കീർത്തനക്കാരൻ, മരുതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ ജനനത്തിന് വേണ്ടിയുള്ള ആ പ്രോസസ്സ് പാപമാണെന്നോ ആ രീതിയിലോ മാത്രമല്ല അതിനെ വിലയിരുത്തുന്നത്. മനുഷ്യനിലൊക്കെ പാപത്തിൻ്റെ ഒരു സുഗന്ധമുണ്ട്, ഒരു ഗന്ധമുണ്ട്, ഒരു ദുർഗന്ധമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും പാപത്തിൻ്റെ ഗന്ധത്തെ മാറ്റുന്നതാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ പരിശുദ്ധ മാമോദീസ, സുറിയാനി ക്രിസ്ത്യാനികൾ അത് വിശുദ്ധ മൂറോൻ അഭിഷേകം പ്രാപിക്കുന്നു. മനുഷ്യൻ ഏതെല്ലായിരുന്നപ്പോൾ മൃഗങ്ങൾക്കൊക്കെ പേരിട്ടവരാ, വന്യമൃഗങ്ങൾ പോലും മനുഷ്യരോടൊപ്പം താമസിച്ചവരാ, ആദാമിനോട് ഹവ്വായോടും ഒപ്പം. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ സുഗന്ധം പോയി, മൃഗങ്ങൾ വന്യമൃഗങ്ങളായി, ദൈവത്തിൻ്റെ സുഗന്ധം നഷ്ടപ്പെട്ടു. അപ്പോൾ അത് വീണ്ടും പ്രാപിക്കുന്നതിൻ്റെ പ്രതീകമാണ് മിശിഹായുടെ പരിമളവാസനയായ വിശുദ്ധ മൂറോൻ ഒരു കുഞ്ഞിൻ്റെ നെറ്റിയിൽ മാമോദീസ സമയത്ത് പുരട്ടുന്നത്. ഇതെന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന വലിയ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ നന്മ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ദൈവത്തിൻ്റെ നന്മയുടെ മുൻപിൽ എൻ്റെ നന്മയൊന്നുമില്ല. അപ്പം നമ്മളൊന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ നന്മയോ നിങ്ങളുടെ നന്മയോ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ല, മറിച്ച് ഇതെല്ലാം ദൈവത്തിൻ്റെ നന്മയുമായി കൂട്ടി യോജിപ്പിക്കുകയാണ്. അതായത് ഓർത്തോണം, ചെറിയ അല്പമായി ഒഴുകുന്ന ചെറിയ കൈത്തോടുകൾ, തോടുകൾ, അരുവികൾ, നദികൾ, ആറുകൾ, കായൽ, കടൽ, ഇതെല്ലാം കൂടെ ചേർന്നൊഴുകുന്നത് പോലെ ദൈവത്തിൽ അങ്ങ് ലയിച്ചു ചേർന്ന് പോകുമ്പോൾ അവസാനം വരെയും പിന്തുടരും. ഇന്ന് നന്മ നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്, നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച പലരുമുണ്ട്. പലരും പറയാറുണ്ട്, ഞാൻ സത്യം മാത്രം ചെയ്യാൻ ആഗ്രഹിച്ചവനാ, നന്മ ചെയ്യാൻ ആഗ്രഹിച്ചവനാ, പക്ഷേ ഈ സമൂഹം എന്നെ ഇങ്ങനെ ആക്കി മാറ്റി. നമ്മളെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും സാക്ഷിക്കേണ്ടത്, നമ്മൾ ഒന്നും കൂടുതൽ പറയണ്ട. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ദിവംഗതനായ വന്യനായ ഫാദർ ഡോക്ടർ TJ ജോഷുവാച്ചന്, അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പലരോടും പങ്കുവെച്ച ഒരു കാര്യം, അദ്ദേഹം പറയുകയായിരുന്നു, എന്നെക്കുറിച്ച് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഞാനൊന്നും കൂടുതലായിട്ട് ചെയ്തിട്ടില്ല, ഒറ്റ കാര്യം ഓർത്താൽ മതി, പറഞ്ഞാൽ മതി, ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യന് മാത്രം പറഞ്ഞാൽ മതി. വിശുദ്ധനെന്ന് പറയണ്ട, നിർമ്മലനെന്ന് പറയണ്ട, മറ്റൊന്നും പറയണ്ട, ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യൻ, അത്രയും മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മ ദൈവിക നന്മയുമായിട്ട് ചേരുമ്പോൾ ഒരിക്കലും നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല. എന്തൊക്കെ വന്നാലും, ആരൊക്കെ എതിർത്താലും, എന്തൊക്കെ വീഴ്ചകൾ വന്നാലും അത് നഷ്ടപ്പെടത്തില്ല. കാരണം അത് നമ്മുടെ രക്തത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓർത്തോണം, നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലിലൂടെ രക്തം ഒഴുകുന്നുണ്ട്. ശരീരം മുറിച്ചു മാറ്റിയാലും ആ രക്തം അത് വെളിയിൽ പോയാലും വീണ്ടും അത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇനിയും രക്തം കുറഞ്ഞാൽ രക്തം കുത്തിവെക്കുന്നുണ്ട്.
പക്ഷേ ആ കുത്തിവെക്കുന്ന രക്തം കൂടെയും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ആ തന്ന ആളുടെ പ്രത്യേക ഗുണങ്ങളോ വിശേഷങ്ങളോ ജാതിയോ മതമോ വിശ്വാസമോ ഒന്നും നമ്മളെ സ്വാധീനിക്കുന്നില്ല. ഞാനോ നിങ്ങളോ ആരുടെയെങ്കിലും ശരീരത്തിൽ നിന്ന് രക്തം സ്വീകരിച്ചു കഴിഞ്ഞാലും നമ്മൾ നമ്മളായി തന്നെ ഇരിക്കത്തുള്ളൂ. അത് നമ്മുടെ ശരീരത്തിൽ ചേർന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറി അത് വളർച്ചയെ ഉദ്ദീപിപ്പിക്കുകയാണ്, ശക്തീകരിക്കുകയാണ്. ആ അനുഭവമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എന്നും നിലനിർത്തേണ്ടത് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. വീണ്ടും ഓർത്തോണം, ദൈവത്തിൻ്റെ നന്മ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. അത് തൽക്കാലത്തേക്ക് ഇട്ടിട്ട് പോകാനുള്ളതല്ല, കുറേ നാളത്തേക്ക് വേണ്ടിയുള്ളതല്ല, സ്ഥിരമായിട്ടുള്ളതാണ്. ചിലരൊക്കെ പറയാറുണ്ട്, ചില നന്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യരുണ്ട്, പിന്നെ അതങ്ങ് ഉപേക്ഷിക്കും. ചിലരൊക്കെ മറ്റുള്ളവനെ സഹായിക്കും, സ്നേഹിക്കും, കരുതും. കുറേ കാലങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ബിസിനസ്സിൽ പരാജയം വരുന്നു, അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരുന്നു, ഉടനെ ആ സഹായങ്ങളൊക്കെ അങ്ങ് നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ നന്മ ദൈവത്തിൻ്റെ നന്മയാണെങ്കിൽ ഒരിക്കൽ പോലും നിർത്താൻ പാടില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അതൊരു പ്രവാഹം പോലെ ഒഴുകിക്കൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ നന്മയുടെ മുൻപിൽ എൻ്റെ നന്മയൊന്നുമില്ല. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എൻ്റെ രക്ഷകൻ്റെ ഇഷ്ടമെല്ലാം ചെയ്തു വേല തികയ്ക്കുന്നതെൻ്റെ ആഹാരം. എൻ്റെ രക്ഷകൻ്റെ ഇഷ്ടമെല്ലാം ചെയ്തു വേല തികയ്ക്കുന്നതെൻ്റെ ആഹാരം. ദൈവത്തിൻ്റെ കരുണ അവസാനത്തോളം എന്നെ പിന്തുടരും. ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് പറഞ്ഞു, ദൈവത്തിൻ്റെ കരുണ, ഈ ഡിവൈൻ മേഴ്സി എന്ന് പറയുന്നുണ്ടല്ലോ. വെറും ഒരു മേഴ്സി എന്നുള്ളൊരു കൊച്ചു വാക്ക് കരുണയെ കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കരുണ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്ന ദൈവത്തിൻ്റെ കരുണ, അതിന് അവസാനമില്ല പ്രിയമുള്ളവരെ. അല്ലെ, നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചു, നമ്മൾ എത്ര പാപമാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. എത്ര പാപം ചെയ്താലും പിന്നെ നമ്മളങ്ങ് ചെല്ലുകയാണ്. നാണമില്ല, മടിയില്ല, നമ്മൾ പറയത്തില്ല ഉളുപ്പില്ല, ഇതൊന്നുമില്ലാതെ പിന്നെയും ചെല്ലുകയാണ്. പിന്നെ ഓടിച്ചെന്ന് വിളിക്കുക, എൻ്റെ അപ്പാ, എൻ്റെ അപ്പച്ച, എൻ്റെ പിതാവേ. നമ്മൾ ഇത് പിന്തുടരുന്നത് എന്താണെന്നറിയാമോ? ആ ദൈവത്തിൻ്റെ കരുണ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരുകയാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മളെ പിന്തുടരുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം, നമ്മൾക്ക് ചുറ്റും ഒരു വലിയ കോട്ടയാണ്. ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ കരുണയും ഇതൊരു വലിയ കോട്ട പോലെ നമ്മൾക്ക് ചുറ്റുമുണ്ട്. നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മളെ പിന്തുടരുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം, ഈ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീര് നമുക്ക് വരുന്നത് ആ ദൈവത്തിൻ്റെ കരുണയിലൂടെയാണ്. ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയത്തില്ലയോ, ജീവിക്കാൻ അറിയത്തില്ല, പക്ഷേ നമ്മൾ അവരെക്കുറിച്ച് പറയും ദൈവം കരുണ കാണിക്കുന്ന ഒരു മനുഷ്യന്. നമുക്ക് തന്നെ അറിയാം, ചില മനുഷ്യരുണ്ട്, അവരൊത്തിരി പഠിച്ചിട്ടില്ല, മിടുക്കന്മാരല്ല, ലോകത്തിൻ്റെ കളികളൊന്നുമില്ല, പക്ഷേ ദൈവം അവനോട് കരുണ കാണിച്ചു. ദൈവം അവനോട് കരുണ കാണിച്ചു എന്ന് പറഞ്ഞ് പലരും സന്തോഷിച്ചു എന്നുള്ള തിരുവചന വാക്യം പോലെ എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ചു, ദൈവം നിങ്ങളോട് കരുണ കാണിച്ചു എന്ന് പറഞ്ഞ് പരസ്പരം സന്തോഷിക്കുവാനിടയാകണം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മകൾ കിട്ടുമ്പോൾ, ഉയർച്ചകൾ കിട്ടുമ്പോൾ, സമ്പത്ത് കിട്ടുമ്പോൾ, ആരോഗ്യം കിട്ടുമ്പോൾ ദൈവമേ നീ ഇത് കൊടുത്തോ എന്നല്ല ചോദിക്കേണ്ടത്. ഇവൻ എന്ത് അർഹതയെന്നല്ല, യോഗ്യതയെന്നല്ല, ദൈവം അവളോട് കരുണ കാണിച്ചു, അതല്ലാതെ ഒന്നുമില്ല. ഒരാൾക്ക് ഒരു സ്ത്രീക്കൊരു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ, ഒരാൾക്ക് ഒരു ജീവിത പങ്കാളിയെ കൊടുക്കുമ്പോൾ, ഒരു ഭവനം കൊടുക്കുമ്പോൾ ദൈവം കരുണ കാണിച്ചു എന്നാണ് പറയുന്നത്. അതിശയമെന്നൊന്നും ഞാൻ പറയാറില്ല. പല പരിചിതരായിട്ടുള്ളവരുണ്ട്, 15-20 വർഷമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കിട്ടുന്നവരുണ്ട്. നമുക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ദൈവം അവരോട് കരുണ കാണിച്ചു. ചികിത്സാവിധികളുടെ വിജയമോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യമോ അവരുടെ മനക്കരുത്തോ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതൊക്കെ ഒരു ഭാഗത്ത് മാത്രമേ പറയാനുള്ളൂ. കാരണം അതിനേക്കാൾ ആരോഗ്യവും ബലവും ഒക്കെ ഉള്ളവർ പിള്ളേരില്ലാതെ ജീവിക്കുക, സമയത്ത് കല്യാണം കഴിക്കാതെ ജീവിക്കുക. അതുകൊണ്ട് നമ്മൾ ആരെ കാണുമ്പോൾ, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ഒരാൾക്കൊരു ജീവിത പങ്കാളിയെ കിട്ടിയെന്ന് കാണുമ്പോൾ, ഒരു സന്തോഷം കിട്ടുന്നുവെന്ന് കാണുമ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയണ്ട. ഇത്ര ദിവസം ഉപവസിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും പറയണ്ട. മറ്റുള്ളവരുടെ മുൻപാകെ പറയണം. നമ്മൾ പറയേണ്ടതും സാക്ഷിക്കേണ്ടതും അതാ എൻ്റെ പ്രിയപ്പെട്ടവരെ. ദൈവം അവനോട് കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, നിൻ്റെ കുഞ്ഞിന് വലിയ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടും നല്ല ജോലി കിട്ടുമ്പോൾ
പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ശമ്പളം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവർ നല്ല തലത്തിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ആരോഗ്യത്തോടെ പോകുമ്പോൾ മനസ്സിൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി: ദൈവം എൻ്റെ കുഞ്ഞിനോട് കരുണ കാണിച്ചു. അല്ലാതെ ഞാൻ ഇത്ര നിക്ഷേപം വിട്ടതുകൊണ്ട്, ഞാൻ ഇന്നടത്ത് വിട്ട് പഠിപ്പിച്ചത് കൊണ്ട് അവൻ മഹാനായെന്ന് പറയരുത്. വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മെറിറ്റോടെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തിയാക്കാതെ പോകുന്നുണ്ട്, അപകടങ്ങളിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാൾ സമർത്ഥരും നല്ലവരുമായവർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടു പോയിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ. അതുകൊണ്ട് തന്നെ ആരെ കണ്ടാലും, ആരുടെ നന്മ കണ്ടാലും കൂടുതലൊന്നും പറയണ്ട. ഇന്നത്തെ പ്രശ്നം അതാണ്, ആത്മീയതയിൽ വന്നുപോയ അപജയമത. ഇതൊക്കെ വേറൊരു രീതിയിൽ അങ്ങ് സാക്ഷിക്കുകയാണ്. മോശ പണ്ട് പാറയിലടിച്ച് വെള്ളം പുറപ്പെടുവിച്ചപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് വെള്ളം തരുന്നു എന്ന് പറഞ്ഞതുപോലെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം കരുണ കാണിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, സഹോദര, നിന്റെ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ ദൈവം അത്ഭുതങ്ങളും കരുണകളും ഒക്കെ കാണിക്കുന്നുണ്ടാകും, അതിശയങ്ങൾ കാണിക്കുന്നുണ്ടാകും. നീ അതിൽ അഹങ്കരിക്കരുത്. ഒറ്റ കാര്യം മാത്രം നീ പറഞ്ഞാൽ മതി: എൻ്റെ ദൈവത്തിൻ്റെ കരുണയാൽ ഇതൊക്കെ നടന്നു. നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാൽ എന്നുള്ള ഒരു വലിയ സാക്ഷ്യം എപ്പോഴും ഉണ്ടാകണം. വീണ്ടും ആ സങ്കീർത്തനം തുടർന്ന് പറയുകയാണ്, അവസാന വാചകം: ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കും. യഹോവയുടെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. യഹൂദ പശ്ചാത്തലത്തിൽ തീർത്ഥയാത്രകൾക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം യെരൂശലേം ദേവാലയമായിരുന്നു. സിനഗോഗുകൾ പലതുണ്ടായിരുന്നു. അവർക്ക് കുടുംബപരമായ ആരാധനാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ പഴയ നിയമ കാലഘട്ടത്തിലെ പ്രത്യേകതകളാണ്. യഹോവയുടെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഒരു ഭക്തൻ എന്താ കൂടുതൽ പറയാനുള്ളത്? ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കും. ഈ യഹോവയുടെ ആലയം എന്ന് പറയുമ്പോൾ ദൈവത്തോടൊപ്പമുള്ള ഒരു വാസം, ദൈവകരുണയിലുള്ള വാസം, വിശുദ്ധ ആരാധനാലയത്തിലുള്ള വാസം, ഇതെല്ലാമുണ്ട്. 84 സങ്കീർത്തനത്തിൽ പറയുന്നതല്ലേ: കുരികിൽ തനിക്കൊരു വീടും മീവൽ പറവതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. കുരികിൽ തനിക്കൊരു വീടും മീവൽ പറവതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. അതെ, സേനയിലധിപനായ ദൈവം, അവൻ്റെ ആലയത്തിലുള്ള വാസം ഏറ്റവും ശ്രേഷ്ഠമാണ്. പഴയ നിയമത്തിലൊരു പ്രത്യേകതയുണ്ട്: ഒരു മനുഷ്യനെ കൊല്ലാൻ വിധിച്ചാലും അവൻ ഓടിച്ചെന്ന് ദേവാലയത്തിൽ കടന്ന് യഹോവയുടെ സാക്ഷ്യത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചാൽ, ആലയത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചാൽ, അവൻ ഇറങ്ങി വരുന്നതുവരെയും അവനെ കൊല്ലരുതെന്നാണ്. അവൻ അവിടെ തന്നെ നിൽക്കണമെന്നാണ്. എന്നാൽ ദാവീദിൻ്റെ സൈന്യാധിപനായിരുന്ന യോശിയാവിന് അതിനുള്ളൊരു ഭാഗ്യം പോലും കിട്ടിയില്ല. ശലോമോൻ രാജാവായി. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം അവൻ സമാധാനത്തോടെ പോകാൻ പാടില്ല എന്നുള്ള താല്പര്യപ്രകാരം അവനെ കൊല്ലുവാൻ ശലോമോൻ തീരുമാനിച്ചു. വാർത്ത അറിഞ്ഞ് അവൻ ഓടിപ്പോയി ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കൊമ്പിൽ പിടിച്ചു. ഇറങ്ങി വരാൻ പറഞ്ഞിട്ടും വന്നില്ല. ഞാൻ മരണപ്പെടുന്നെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ പിടിച്ചുകൊണ്ട്, കൊമ്പുകളിൽ പിടിച്ചുകൊണ്ട് മരണപ്പെടട്ടെ എന്ന് പറഞ്ഞ് മരണം പ്രാപിച്ചു. അങ്ങനെ ഒരു മരണത്തെക്കുറിച്ചേ പഴയ നിയമം പറയുന്നുള്ളൂ. പഴയ നിയമകാലത്തിൽ ആദ്യം പറയുന്നത് യഹോവയുടെ ആലയത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചാൽ അവൻ കൊല്ലപ്പെടരുത്. അവസരങ്ങൾ നഷ്ടപ്പെട്ട, സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടവൻ്റെയൊക്കെ ഒരു രക്ഷാകേന്ദ്രമായിരുന്നു യഹോവയുടെ ആലയം. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ചിന്തിച്ചു കൊള്ളണം. നമ്മളുടെയൊക്കെ ആരാധനാ കേന്ദ്രങ്ങളുണ്ട്, നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങൾ. തീർച്ചയായിട്ടും അത് പരിപാലിക്കപ്പെടണം, അത് സംരക്ഷിക്കപ്പെടണം, വൃത്തിയായി സൂക്ഷിക്കണം. ദേവാലയ ആരാധനകൾ നമ്മൾ സംബന്ധിക്കണം. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആലയം, ആരാധനാലയം, പിതാക്കന്മാരുടെ കണ്ണുനീരുകൾ വീണ് കിടക്കുന്ന സ്ഥലം, രക്തത്തുള്ളികൾ പോലെ ഇന്നും അത് കിടക്കുന്ന സ്ഥലം, ചോരയുടെയും നീരിൻ്റെയും കണ്ണുനീരിൻ്റെയും ഗന്ധമുള്ള സ്ഥലം, അവിടെ നമ്മൾ പോകണം, പ്രാർത്ഥിക്കണം. യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. എൻ്റെ കർത്താവ് രാജാതി രാജാവായി എഴുന്നള്ളുമ്പോൾ അവൻ്റെ ആലയത്തിൽ പാർക്കുന്ന സ്ഥലം, വെള്ളനിലയെങ്കിലും ഗുരുത്തോലയും പിടിച്ചുകൊണ്ട് അവനെ ആരാധിക്കുവാനുള്ള സ്ഥലം. പാട്ടുകാരൻ പാടിയതുകൊണ്ടാണ്:
വെക്കം തന്മാണാവാട്ടി ആക്കിടുമെന്നെ അന്ന് കൈക്കു പിടിച്ചു നാട തീക്കൊണ്ടു പോകുന്നവൻ ലോകാമെനിക്കു വൈരി ലോകാമെന്നെ വെറുത്താൽ ശോകമുണ്ടെനിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ യേശുവെന്നടിസ്ഥാനം ആശ്രയമാവേനത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കാണുന്നേൻ ഞാൻ. ആശ്വാസത്തിൻ്റെ പൂർണ്ണത യേശുവിൽ കണ്ടിടുന്ന ഒരു അനുഭവം അതുണ്ടാകണം. ദൈവത്തിൻ്റെ ആലയത്തിൽ എന്നേക്കും വസിക്കുമെന്ന് വെച്ചാൽ സ്വർഗീയ ദൂതന്മാരുമായി അവൻ വസിക്കുന്ന സ്ഥലത്ത് ആ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വലിയ മനോവാഞ്ച, അവനോടൊപ്പം തന്നെ വസിക്കണം. ദൈവമേ, ഞാൻ ജീവിച്ചാലും മരിച്ചാലും നിന്നോടൊപ്പം വസിക്കണം. ഞാൻ ഈ അടുത്തിടയ്ക്ക് വനാന്തർഭാഗത്തൊരു കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്ന 3 ദൈവഭക്തരായ മനുഷ്യരെ കണ്ടു. സന്യസ്തരെ കണ്ടു. ലോകവുമായി ബന്ധമൊന്നുമില്ലാതെ ജീവിക്കുന്നവരാണ്. അവരുടെ ഒരു അനുഭവം എന്നോട് പങ്കുവയ്ക്കുകയാണ്. അവരുടെ ആഗ്രഹം 33-ാമത്തെ വയസ്സിൽ കർത്താവ് മരണപ്പെട്ടതുപോലെ ആ പ്രായത്തിൽ തന്നെ മരിക്കണം, യേശുവിനോടൊപ്പം ആകണം. അവരൊത്തിരി ആഗ്രഹിച്ചു. പക്ഷേ അവർ മരണപ്പെട്ടില്ല. ഇപ്പോൾ അതിലെ മൂത്ത ബ്രദർ 58 വയസ്സ് കഴിഞ്ഞു. 58, 56, 52 3 പ്രദേശമാണുള്ളത്. മുറിഞ്ഞപുഴയ്ക്കടുത്തുള്ള പ്രദേശത്താണ്. ഇടുക്കി ജില്ലയിൽ മുറിഞ്ഞപുഴയ്ക്കടുത്തുള്ള സ്ഥലത്താണ്. ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ ഒരു കാടിൻ്റെ നടുവിൽ അവർ താമസിക്കുകയാണ്. പാറക്കെട്ടിൻ്റെ ഇടയിൽ താമസിക്കുകയാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മരിക്കുമ്പോൾ പാടാൻ വേണ്ടി ഒരു പാട്ട് വരെ ഞങ്ങൾ എഴുതി വെച്ചിരുന്നു. ആ പാട്ടിൽ കൂടുതലൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: കർത്താവെ, നിന്നോട് ചേരുവാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ വരുമ്പോൾ മാലാഖമാരൊക്കെ നിന്നെ സ്തുതിക്കുമ്പോൾ അവരോട് ചേർന്ന് വാഴ്ത്തി സ്തുതിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ അവരുടെ പാട്ടുകളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ, ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ, അങ്ങയുടെ മടിത്തട്ടിൽ പാദാന്തികത്തിലിരുന്നുകൊണ്ട് അങ്ങേ ആരാധിക്കണം. ആ ഒരു വലിയ ആഗ്രഹം. അതെ, ഈ ലോകത്തിൽ പ്രിയമുള്ളവരെ ജീവിച്ച് നന്മകൾ ചെയ്ത് മാലാഖമാരുടെ പാട്ട് പഠിക്കണം, സാക്ഷ്യം പഠിക്കണം, അവരുടെ അനുഭവങ്ങൾ ഉൾക്കൊള്ളണം. തീർച്ചയായിട്ടും യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അവനോടൊപ്പം ആയിരിക്കുന്ന ആ വാസം, ആ നവയെറുസലേം പട്ടണം തന്നിലെ വാസം, അതിന് തുല്യമായിട്ടൊരു വാസമില്ല. ഈ ലോകത്തിൽ നമ്മൾ എവിടെ വസിച്ചാലും എന്തൊക്കെ ഉണ്ടാക്കിയാലും എൻ്റെ കർത്താവിൻ്റെ ആലയത്തിലുള്ള വാസം അത് കൊതിയോടെ ഓർക്കണം. എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം. ഇവിടെ ആയിരിക്കുന്നവരൊക്കെ കർത്താവിൻ്റെ രാജ്യത്തിൽ കാണണം, അവനോടൊപ്പം വസിക്കണം. ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. 23-ാം സങ്കീർത്തന പഠനം ആ നന്മയിലേക്കും സിദ്ധിയിലേക്കും സത്യയിലേക്കും നയിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.